ആഹാ, ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും സന്തോഷം തരുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടേ ഇല്ല. ഒന്നും പറയാനാവുന്നില്ലെന്നേ ഉള്ളൂ. എന്റെ മോളെല്ലാം അറിയുന്നുണ്ട്, ഒരുപാട് സന്തോഷിക്കുന്നുമുണ്ട്. ശരിയല്ലേ? സത്യം പറഞ്ഞ വീൽ ചെയറിലല്ല, ഇവളെ കയ്യിലെടുത്ത് വേണം നീ ഇവിടെ എല്ലാം നടക്കേണ്ടത്. നീ എന്താടാ മിഴിച്ചു നോക്കുന്നേ? നിന്റെ അപ്പൂപ്പൻ എന്നോട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാ ഞാനീ പറയുന്നേ. അപ്പൂപ്പൻ അതൊക്കെ ആവാം, അതുപോലെയാണോ ഞാൻ? അക്കാലത്തെ മനുഷ്യരുടെ ആരോഗ്യമൊന്നുമേ ഇക്കാലത്ത് ആർക്കും ഇല്ല അച്ഛമ്മേ. ആ പറഞ്ഞത് നേരാ. തക്കടൂനല്ലെങ്കിലും പൊണ്ണത്തടിയല്ലേ ഉള്ളൂ, ആരോഗ്യം തീരെ പോരാ. എന്റെ പൊന്നച്ഛമ്മേ ഒന്ന് കേറിപ്പോയേ, ഞങ്ങളൊരു റൗണ്ട് പൂർത്തിയാക്കിട്ട് വരാം. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അല്ലേലു ഞാൻ സ്വർഗത്തിലെ കട്ടുറുമ്പാകാൻ വരുന്നില്ലേ? അയ്യോ, കുടുങ്ങിയല്ലോ. അച്ഛമ്മ ഒന്നിങ്ങ് വന്നേ, ഒന്ന് സഹായിച്ചേ. സാരി ചെറുതായിട്ട് ഇതിനുള്ളിൽ കുടുങ്ങി. അതൊക്കെ ഇതിന്റെ കൂടെ ഉള്ളതാ തക്കടൂ. ആരെയും സഹായത്തിന് വിളിക്കണ്ട, തന്നെത്താനെ അങ്ങ് പരിഹരിച്ചാ മതി. സ്വന്തം ഭാര്യയുടെ സാരി ശരിയാക്കുന്നതിന് ഒരു നാണക്കേടും വിചാരിക്കണ്ട കേട്ടാ. അപ്പൊ ഇതുവരെ എത്തി കാര്യങ്ങള്. നാലാളുടെ വെട്ടത്ത് മുറ്റത്ത് വെച്ച ഇപ്പൊ ശൃംഗാരം. ഛേ, കിടന്ന കിടപ്പോടെ അവസാനിച്ചു പോകുന്ന കരുതിയതൊക്കെ ഇപ്പൊ ആള് കത്തുകയാണല്ലോ. വെള്ളമൊഴിച്ച് കെടുത്താൻ ഇനിയും വൈകിയാൽ കത്തിച്ചാമ്പലാവാൻ പോകുന്നത് എന്റെ സ്വപ്നങ്ങളായിരിക്കും, എന്റെ മക്കളുടെ ഭാവിയായിരിക്കും. അയ്യോ, അയ്യേ, ദൈവമേ, ഞാനിവിടെ വന്ന് ഡ്രസ് മാറിയത് ഇവള് കണ്ടോ? നീ വല്ലതും കണ്ടായിരുന്നോ? സത്യം പറ, നീ എന്നെ പറ്റിച്ചില്ലേ? നിനക്ക് ഇത്തിരിയെങ്കിലും നാണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഡ്രസ് മാറുമ്പോ നീ
ഇനി അഥവാ കണ്ടില്ലെങ്കിൽ കണ്ണ് തുറന്നു തന്നെ പിടിച്ചോ. ഇതാണ് സിഗ്നല്. മനസ്സിലായോ? ഇനി പറ, നീ കണ്ടോ ഇല്ലയോ? നാണക്കേടായി പോയി. ഇത്തിരിയെങ്കിലും മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ? സോമി, പണ്ട് നീ കുളിമുറിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ ഞാൻ കണ്ണടച്ചിരുന്നു, ഓർമ്മയില്ലേ? ആ മര്യാദ എങ്കിലും നിനക്ക് എന്നോട് കാണിച്ചുകൂടായിരുന്നോ? ഓ, ഞാൻ നിന്നോട് പിണക്കോ, ഞാൻ മിണ്ടത്തില്ല ഇനി. ഞാൻ നിന്നോട് മിണ്ടത്തില്ല. റോഷൻ, ഞാൻ ഇപ്പൊ നിന്നെ കുറിച്ച് ഓർത്തേ ഉള്ളൂ. നമ്മൾ വലിയൊരു അപകടം നേരിടാൻ സാധ്യതയുണ്ട്. എന്താ അപകടം? സുമിതയെ അജ്ഞാത വാഹനം ഇടിച്ച് അപായപ്പെടുത്താൻ നോക്കിയ കേസില്ലേ? ആ കേസിന്റെ കാര്യത്തില് ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞത് നീ തന്നെയല്ലേ? പോലീസുകാർക്ക് ഒരിക്കലും നമ്മളിലേക്ക് എത്താൻ ഒരു ലീഡും കിട്ടില്ലെന്ന് നീയല്ലേ പറഞ്ഞത്? ഹൈലി പ്രൊഫഷണൽ ആയ ആളുകളെയാണ് കാര്യങ്ങൾ ഏൽപ്പിച്ചതെന്നും അവരുടെ ജോലി അവർ കൃത്യമായിട്ട് ചെയ്തോളും, നമ്മൾ സേഫ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ശരിയാണ്. പക്ഷെ CI മീര വർഗീസിന്റെ കാര്യത്തില് നിന്റെ നിഗമനം വളരെ ശരിയായിരുന്നു സാനിയ. എന്താ നീ പറഞ്ഞു വരുന്നത്? കേസന്വേഷണത്തിന്റെ കാര്യത്തില് അവരൊരു പുലിയാണെന്ന് തന്നെ പറയേണ്ടി വരും. അവര് ചില്ലറക്കാരിയല്ല. പണത്തിനും സ്വാധീനത്തിനും ഒന്നിനും അവര് നട്ടല് വളയ്ക്കുന്ന ഒരു സ്ത്രീയല്ല. പോരാത്തിന് സിറ്റി പോലീസ് കമ്മീഷണർ വർഗീസ് ചെറിയാന്റെ മോളും. അതിന്റെ കൂടെ പോലീസുകാരെ സമ്മർദ്ദത്തിലാക്കാൻ നിന്റെ പുന്നാര ഏട്ടന്റെ വക ഇടപെടലും ഉണ്ടല്ലോ. അപ്പോ നമ്മൾ പിടിക്കപ്പെടുന്നാണോ നീ പറഞ്ഞു വരുന്നത്? ഈ പോക്ക് പോവാണെങ്കിൽ നമ്മൾ പേടിക്കണം സാനിയ. ഓ മൈ ഗോഡ്, നോ, ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. എന്തെങ്കിലും ഒരു വഴി നമ്മൾ കണ്ടെത്തിയേ പറ്റൂ റോഷൻ. ഞാൻ ആലോചിച്ചിട്ട് ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്റെ അച്ഛൻ പൊളിറ്റിക്കലി അത്യാവശ്യം ഹോൾഡൊക്കെ ഉള്ള ആളാ. ഐ നോ. പക്ഷേ മീര വർഗീസ് ഈ പറഞ്ഞ പോലെ ഒരു പടംപിടുത്തക്കാരിയാണെങ്കിൽ അതിനൊക്കെ വഴങ്ങി തരുമോ? അതിനവരെ നേരിട്ട് പോയി അപ്രോച്ച് ചെയ്യുന്ന കാര്യമല്ലല്ലോ നമ്മൾ പറയുന്നത്. പൊളിറ്റിക്കലി ആയാലും ഫിനാൻഷ്യലി ആയാലും അവരെ നേരിട്ട് വിലക്കെടുക്കാൻ നമുക്ക് കഴിയില്ല. പകരം ആ ഇൻഫ്ലുവൻസ് വേണ്ടപ്പെട്ട മറ്റ് സ്ഥലങ്ങളിൽ ഉപയോഗിച്ച് അവരെ നമുക്ക് ഇവിടുന്ന് സ്ഥലം മാറ്റണം. ഈ കേസിന്റെ ചാർജിൽ നിന്ന് അവർ ഒഴിവാകണം. അത് നന്നായി. എന്നാ പിന്നെ എങ്ങനെയെങ്കിലും അതൊന്ന് ചെയ്തേ പറ്റൂ. അതിന് നീ മുൻകൈ എടുത്തേ പറ്റൂ. ഇത് നിന്റെ മാത്രം ആവശ്യമല്ല സാനിയ, നമ്മൾ രണ്ടുപേരും കുടുങ്ങുന്ന ട്രാപ്പാണിത്. അതുകൊണ്ട് എന്നെ കൊണ്ടാവുന്നതെല്ലാം ഞാൻ ചെയ്തിരിക്കും. പക്ഷെ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. എന്താ? പറ. പൊളിറ്റിക്കലി ചില കളികളാണ് നമ്മൾ നടത്തുന്നത്, അറിയാലോ. അതിന് കാശ് ഒരുപാട് അറിയേണ്ടി വരും. ഓ, ഇത്രേ ഉള്ളോ? ഇതാണോ വലിയ കാര്യം? വെറുതെ മനുഷ്യനെ ടെൻഷൻ എടുപ്പിച്ചു. ഫിനാൻഷ്യൽ കാര്യങ്ങളൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തോളാം. വേണ്ട എമൗണ്ട് എത്രയെന്ന് മാത്രം പറഞ്ഞാൽ മതി. പക്ഷേ കാര്യം നടന്നിരിക്കണം. എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും മീര വർഗീസ് ഈ കേസിന്റെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറണം. മാറിയിരിക്കണം. ശരി, ഓക്കെ. എല്ലാ ദിവസവും രാവിലെ എണീക്കുന്നു, പത്രം വായിക്കുന്നു, ചായ കുടിക്കുന്നു. ഡെയിലി റുട്ടീൻസ്. ഓഫീസിൽ പോക്ക്, വൈകിട്ട് തിരികെ വരുന്നു. ചില നേരം ചിന്തിക്കുമ്പോൾ തോന്നും ജീവിതം എത്ര ബോറാണെന്ന്. എനിക്കറിയാം താൻ എന്താ ഇപ്പൊ ചിന്തിച്ചതെന്ന്. എഴുന്നേറ്റ് നടക്കുകയും ഓഫീസിൽ പോവുകയും ഒക്കെ ചെയ്യുന്ന എനിക്ക് ജീവിതം ഇത്ര ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ കിടപ്പ് കിടക്കുന്ന സുമിതയ്ക്ക് ജീവിതം എത്രമാത്രം ബോറിംഗ് ആയിരിക്കുമെന്നല്ലേ? സത്യത്തിൽ എന്റെ ലൈഫ് ഇങ്ങനെ ജീവനില്ലാത്ത
ഒരു ദിനചര്യ മാത്രമായി മാറിയത് താൻ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയതിൽ പിന്നെയാ സുമിത. അതിനു മുമ്പും എത്രയോ കാലം ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു ജീവിതം തന്നെയാണ് നയിച്ചിരുന്നത്. പക്ഷേ അപ്പോഴൊന്നും നമ്മളെ സ്നേഹിക്കാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് എത്ര മനോഹരമായ കാര്യമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇപ്പോ ഞാൻ അതൊക്കെ തിരിച്ചറിയുന്നുണ്ട് സുമിത. ആ സ്നേഹം സുമിത എനിക്ക് വാരിക്കോരി പകർന്നു തന്നപ്പോഴൊന്നും അതറിയാതെ പോയതിന്റെ കുറ്റബോധമാണ് എൻ്റെ മനസ്സ് നിറയെ. ഞാൻ ഡോക്ടേഴ്സിനോട് നിരന്തരം സംസാരിക്കുന്നുണ്ട്. അല്പം സമയമെടുത്താലും സുമിത റിവൈവ് ചെയ്യുന്നുള്ള പ്രതീക്ഷ കൈവിടേണ്ട കാര്യമൊന്നുമില്ലെന്നാണ് അവർ പറയുന്നത്. അന്ന് നമ്മൾ പോയ അമ്പലത്തിലും പിന്നെ ആ പാടത്തുകൂടി ട്രാക്ടർ ഓടിക്കാനും വഴി കണ്ട വെള്ളച്ചാട്ടത്തിനടുത്തുനിന്ന് സെൽഫി എടുക്കാനും രാത്രി ഐസ്ക്രീം കഴിക്കാൻ പോവാനും അതും ഡബിൾ സ്കൂപ്പ് എല്ലായിടത്തും നമുക്ക് ഇനിയും പോണം. അതിനെ താൻ ഈ കിടക്കയിൽ നിന്ന് എണീറ്റ് നടക്കണം, പഴയതുപോലെ ആവണം. സാരമില്ല, ഒക്കെ ശരിയാവും. ശരിയായല്ലേ പറ്റൂ. താൻ ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കെ. മനസ്സ് കാമാവാൻ വേണ്ടി ഞാനൊരു കാര്യം കേൾപ്പിക്കട്ടെ. സുമിതയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തിഗാനമാണ് ഇതെന്ന് എനിക്കറിയാം. ഞാൻ പ്ലേ ചെയ്യട്ടെ. അപ്പൊ ശരി, ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ഓഫീസിൽ പോകണ്ടേ? അതുവരെ കണ്ണടച്ച് ഈ പാട്ടൊക്കെ കേട്ട് സുമി റിലാക്സ് ചെയ്തു കേട്ടോ. എടാ, രാഹുലേ, എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ?
തളിക്ക്. എന്താ പറ്റി? എന്താടാ? എഴുന്നേക്ക്. അയ്യോ. ശ്ശോ, ലിനി. അയ്യോ സുമി. ഈശ്വരാ. സുമി സുമി. സുമി എങ്ങനെയാ എന്റെ അടുത്തേക്ക് എത്താൻ നോക്കിയത്? സുമി, നല്ല പെയിൻ ഉണ്ടല്ലേ? അല്പം കൂടി നടന്നേ പറ്റൂ സുമിത. എങ്കിലേ മുട്ടിന്റെ ജോയിന്റിനൊക്കെ ഒരു ഇളക്കം കിട്ടൂ. വന്നേ. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ പറ്റണ്ടേ? പറ്റണം. നടക്ക്. ജോയിന്റ്സിനൊക്കെ ഭയങ്കര വേദനയാ. അല്പം വേദന സഹിച്ചിട്ടായാലും നടക്കണം. ഇന്നൊരു 10 മിനിറ്റ് എങ്കിൽ നാളെ ഒരു 15 മിനിറ്റ്. അങ്ങനെ അങ്ങനെ കുറച്ചു ദിവസം മെല്ലെ മെല്ലെ നടന്ന് ശീലിച്ചാലേ ശരീരത്തിന് പഴയ മൂവ്മെന്റ് കിട്ടൂ. വാ. ഇവനിത് എന്തിനുള്ള പുറപ്പാടാ? നാശം. കിടപ്പ് രോഗിയായി ഇവളെ നടത്തിച്ചേ മതിയാവൂന്ന് ഇവന് വാശിയാണല്ലോ. നടന്നോ? ഞാൻ വരാം. അയ്യോ സുമിമോളെ, എന്താ നീ കാണിക്കുന്നേ? അല്പം കൂടെ ശ്രദ്ധ വേണ്ടേ? എന്റെ അമ്മേ, എപ്പോഴും ഇങ്ങനെ പിടിച്ചു നടത്താൻ നിന്നാ അവർക്ക് സ്വന്തമായിട്ടൊരു കോൺഫിഡൻസ് വരുമോ? കുട്ടികളെ നീന്താൻ പഠിപ്പിക്കുന്നതും സൈക്കിൾ പഠിപ്പിക്കുന്നതും ഒക്കെ കണ്ടിട്ടില്ലേ? അതൊക്കെ ഇങ്ങനെയല്ലേ? ദാമോദര, ആ കസേര എങ്ങെടുക്ക്. മുട്ടിന് വേദന തോന്നുന്നുണ്ടോ മോളെ? ചെറുതായിട്ട്. അവക്ക് വയ്യെങ്കിൽ ഇങ്ങനെ കഷ്ടപ്പെടുത്താതിരുന്നൂടെ നിനക്ക്? ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിലും എല്ലാം തനിയെ ശരിയാവും. ഇവളോടുള്ള സ്നേഹം കൊണ്ട് അമ്മ അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ ഡോക്ടർ പറഞ്ഞു നമുക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? ഇരുത്ത്. സൂക്ഷിച്ച്.